മക്കൾ വലിയ തലവേദനയായിട്ട് മാതാപിതാക്കൾ അനുഭവിക്കുക. നമ്മുടെ നാട്ടിൽ ഈ ഡ്രഗ്സ് മാഫിയ കൈയടക്കി കഴിഞ്ഞു. ഒരു വർഷം 366 ദിവസമേ ഉള്ളൂ. പക്ഷെ 320 സ്റ്റേജിൽ ഞാൻ നാടകം അവതരിപ്പിച്ചു. നമുക്കല്ലാതെ ലഹരിയുണ്ട്. അഭിനയം ലഹരിയാണ്, കുടുംബം ലഹരിയാണ്, സൊസൈറ്റി സമൂഹം ഒരു ലഹരി. പണ്ടില്ലായിരുന്നു. പണ്ട് നിങ്ങൾ എത്ര വർഷമായി ഷൈൻഡോ ചോദിക്കുന്നത്? അതുകൊണ്ട് എനിക്ക് മൊത്തം നിങ്ങൾ എന്തിനാണ് സിനിമ മൊത്തം ഈ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കുക എന്ന് അതൊരു ഗൂഢാലോചനയാണ്. സിനിമയായി കാണണം എന്നൊക്കെ. പക്ഷെ ഇനി എനിക്ക് തോന്നുന്നില്ല ആ വാദം പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ പലരും പറഞ്ഞിട്ടുള്ളതാണ് ഇത് മരുന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുറെ ഭാവന വരുന്നു. അതാരാ നിങ്ങളോട് പറയുന്നത്? അല്ല, ഒരിക്കലും ഉപയോഗിക്കാത്ത ഒരാൾക്ക് അറിയില്ല. ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടുന്നു? അല്ല, നമ്മുടെ ഒരു കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ചാരായം കഴിക്കാത്ത ആൾക്കാരില്ല. എന്നാൽ കേരളത്തിലെ എല്ലാവരും ബാങ്കോകും MT വാസുദേവൻ നായരാവണ്ടേ ഭാവന പൂത്തുവിടുന്നത്. ഇത് പറഞ്ഞ പോലെ അതൊരു ഷോർട്ട് ടേം ട്രിപ്പാണ്. ഓർഗാനിക്കലി നമ്മൾക്ക് ഇപ്പോൾ ഉള്ള ഇത് ഉപയോഗിക്കാൻ. ഹായ്, ഹലോ, വെൽക്കം ടു സിനിമാ ടെക്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ദ റിയൽ കേരള സ്റ്റോറി എന്ന സിനിമയുടെ വിശേഷവുമായി സന്തോഷ് കീഴാറ്റൂർ, സന്തോഷ് ഏട്ടനും സിദ്ധാർത്ഥ് ബാബു. നമസ്കാരം. നമസ്കാരം. എന്താണ് ദി റിയൽ കേരള സ്റ്റോറി? ഒരു കേരള സ്റ്റോറി ഉണ്ട്, നമുക്ക് ഭയങ്കരമായിട്ട് വിവാദ വിഷയമായിട്ടുള്ള സംഭവമായിരുന്നു. ഇതെന്താണ് ശരിക്കും കേരളത്തിലെ സ്റ്റോറി? ഇതാണോ? ഈ സിനിമയെ കുറിച്ച് കൃത്യമായി പറയുക, ഈ സിനിമ നായകൻ ഇയാളാണ്, ഹീറോ. ഞാനൊരു അച്ഛൻ വേഷമാണ്. അപ്പൊ ഹീറോ ഇയാളാണ്. അപ്പൊ ഹീറോ തുടങ്ങട്ടെ. മക്കൾക്കാണോ ഈ സിനിമയിൽ പ്രാധാന്യം? മക്കളല്ല, അത് സസ്പെൻസ് ചെയ്യാൻ പറ്റും. ഇയാളാണ് ഹീറോ. ഒരു ഫാമിലിക്ക് വേണ്ടി ചെയ്ത പടം കൂടെയാണ് ഇത്. യങ്സ്റ്റേഴ്സിന്റെ ഡ്രഗ് അഡിക്ഷനും അതിന്റെ അവയർനെസ്സിന് മാത്രം വേണ്ടിയിട്ട് ചെയ്ത പടമല്ല. പക്ഷെ നമുക്ക് പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ, ടാഗ് ലൈൻസ് കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നിയേക്കാം. പക്ഷെ അത് മാത്രമല്ല, ഒരു ഫാമിലിയുടെ ബോണ്ടിങ്ങും അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പും, പിന്നെ ഡ്രഗ് വരുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ കറന്റ്ലി നമുക്ക് ഡ്രഗ് അബ്യൂസും ഡ്രഗ്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പോകുന്നതുകൊണ്ട് നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ചില സമയത്ത് നമ്മളത് സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ പുറത്തേക്ക് അത് കുറച്ചുകൂടെ ചിലപ്പോൾ 10-50 പേര് അത് കാണുമ്പോൾ 1-2 പേർക്ക് അത് ചിലപ്പം മാറ്റങ്ങൾ വരുത്തിയേക്കാം. അപ്പോൾ വെറും ഡ്രഗ് ബേസ്ഡ് ആയിട്ടുള്ള ഡ്രഗിന്റെ അവയർനെസ് ബേസ്ഡ് ആയിട്ടുള്ള പടമല്ല. ഒരു ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു പടമാണ്. അതിൽ ഡ്രഗിനെ കുറിച്ചുള്ള അവയർനെസ് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു രീതിക്ക് പറയാൻ ശ്രമിച്ച ഒരു പടം കൂടിയാണ്. മയക്കുമരുന്ന് ആരോഗ്യത്തിന് ഹാനികരെന്ന് ഇതിൽ എഴുതി കാണിക്കുന്നുണ്ടോ? ആരോഗ്യത്തിന് ഹാനികരെന്ന്? തീർച്ചയായിട്ടും. അല്ലാതെ സിനിമ സെൻസർ അതല്ല. ആദ്യം ചോദിച്ചിരുന്ന കേരള സ്റ്റോറി ആദ്യം ഇറങ്ങിയ സിനിമ, നമ്മുടെ ആദ്യത്തെ കേരള സ്റ്റോറി ഇല്ലേ, അത് ഭയങ്കര വിവാദമായി. അത് തെറ്റിദ്ധരിക്കപ്പെട്ട സിനിമയാണ്. അങ്ങനെ അതൊന്നും അല്ല കേരള സ്റ്റോറി. ഇത് കേരള സ്റ്റോറി എന്ന് പറയുന്നത് ദി റിയൽ കേരള സ്റ്റോറി. നമ്മൾ ഒരു മലയാളികളുടെ നമ്മുടെ ഒരു സ്നേഹം, നമ്മുടെ ഒരു ഐക്യം, ഇതൊക്കെയുണ്ട്. അപ്പൊ അത് ഒരു കുടുംബം, ഒരു ഫാമിലി എങ്ങനെയായിരിക്കണം, നമ്മുടെ ഒരു അങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ ഒരു മലയാളി കുടുംബം എന്ന് പറയുമ്പോൾ അച്ഛൻ മക്കൾ ബന്ധം എങ്ങനെയായിരിക്കണം, അതാണ് ഈ സിനിമ പറയുന്നത്. അതിൽ സിദ്ധു പറഞ്ഞതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് ഈ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഡ്രഗ്സിന്റെ, പ്രത്യേകിച്ച് കുട്ടികളിൽ. ഒരു കാലത്ത് മുതിർന്നവരിലായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഇങ്ങനെ സമൂഹത്തൊക്കെ മാറി നിൽക്കുന്ന ടീംസൊക്കെയാണ് ഇതൊക്കെ ഒരു കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവർ ആ സമൂഹത്തിന് ആവശ്യം ഉണ്ടായിരുന്നില്ല, അവരങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് കുഞ്ഞു മക്കൾ തൊട്ട് 5-ലും 6-ലും പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ പോലും എങ്ങനെയാണ് ഈ ഡ്രഗ്സ് എത്തുന്നത്. അങ്ങനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു കുട്ടി, ആ കുടുംബത്തിലുണ്ടാകുന്ന വലിയൊരു വേദന, അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് മാതാപിതാക്കൾ, അച്ഛനും അമ്മയായിരിക്കും, അല്ലേ? മക്കൾ ചെയ്യുന്ന എല്ലാ ഇതാണ്. ഒരു കാലത്ത് ഞാനിപ്പം വേറൊരു ഇന്റർവ്യൂ പറഞ്ഞതാണ്. ഇപ്പം ഞങ്ങളുടെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് വെച്ചാൽ മദ്യമായിരുന്നു, ഈ ചാരായം ഇതൊക്കെയാണ്. അപ്പം അന്ന് ഈ വീട്ടിൽ പുരുഷന്മാർ, അല്ല അച്ഛൻ ആരായിക്കോട്ടെ, അവർ മദ്യപിച്ച് വന്ന് ഭാര്യനെ അമ്മേനെ അടിക്കുന്നത് കാണുന്ന മക്കൾ. അപ്പോൾ മക്കൾ അന്ന് ഉണ്ടായൊരു ട്രോമയുണ്ട്. ആ ട്രോമയിലൂടെയായിരുന്നു അന്ന് കുട്ടികൾ ഒരു കുറച്ച് വിഭാഗം കുട്ടികളൊക്കെ വളർന്നു വന്നത്. ഇന്നത് മാറി. ഇന്ന് അങ്ങനെ വലിയ നമ്മുടെ വീടുകളിൽ നിന്നും വെള്ളടിച്ച് വന്നിട്ട് ഭാര്യയെ തല്ലുന്ന, അല്ല അമ്മയെ തല്ലുന്ന വളരെ ഇല്ലാന്ന് തന്നെ പറയാം. വളരെ ചെറിയൊരു ശതമാനം ഉണ്ടായി. പക്ഷെ മക്കൾ വലിയ തലവേദനയായിട്ട് ഇന്ന് മാതാപിതാക്കൾ അനുഭവിക്കുക. കാരണം ഇതാണ് അത് നമ്മൾ വിചാരിക്കുന്നതിലും സങ്കല്പിക്കുന്നതിലും അപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ ഈ ഡ്രഗ്സ് മാഫിയ കൈയടക്കി കഴിഞ്ഞു. അത് വളരെ കൃത്യമായിട്ട് സിനിമ പറയുന്നുണ്ട്. അപ്പോൾ 2 തരത്തിലും ലെയർ ഉണ്ട്. ഒരു ഫാമിലി എങ്ങനെയായിരിക്കണം, ആ ഫാമിലിയുടെ സ്നേഹം എങ്ങനെ ഇല്ലാതാകണം,
അതിന് എന്തൊക്കെയാണ് കാരണങ്ങൾ, അതാണ് ദി റിയൽ കേരള സ്റ്റോറി. അതാ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെടും. കേരളത്തിലും ഇപ്പൊ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതാണ് റിയൽ കേരള സ്റ്റോറി എന്നും പറയും. അങ്ങനെ ഒരു മൊത്തം കേരളം അങ്ങനെയൊന്നും പറയാൻ നമുക്ക് സാധിക്കില്ല. കേരളത്തിൽ നടക്കുന്ന ഒരു ഫാമിലിയുടെ ഇടയിൽ സംഭവിക്കുന്ന ഒരു സംഭവം. അപ്പം സന്തോഷ് ചേട്ടൻ ആയാലും സിദ്ധാർത്ഥ ആയാലും എപ്പോഴെങ്കിലും ഏതെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ജീവിതത്തില്? അത് നുണ പറയേണ്ട കാര്യമില്ല. ഞാൻ ഈ നിരോധിത ലഹരി ഒന്നും ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല. സത്യം, 100% സത്യം. അല്ലാതെ നമ്മളിപ്പോ സർക്കാർ തന്നെ മദ്യം അത് ചില ഒക്കേഷനിൽ അതൊരിക്കലും എന്നെ എന്താ പറയാ ഒരു സ്ഥിരം ആയിട്ടില്ല. പല ഒക്കേഷനിൽ അതുപോലും ഇനി നിർത്തലാക്കാൻ പോവുകയാണ്. ആണോ? പെട്ടെന്ന് പറ്റുമോ നിർത്താൻ? പറ്റുമോ? അയ്യോ, അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയേ ഇല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ ഒരു വർഷം ഇപ്പൊ സിനിമ നമുക്ക് വല്ലപ്പോഴേ കിട്ടുള്ളൂ. പക്ഷെ ഞാൻ പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ഒരു വർഷം 366 ദിവസമേ ഉള്ളൂ. പക്ഷെ 320 സ്റ്റേജിൽ ഞാൻ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ കഴിച്ചിട്ടാണോ നമ്മൾ നാടകം ചെയ്യുന്നത്? ഒട്ടുമല്ല. നമ്മുടെ ഒരു ലഹരിയാണ്. മറ്റേ ഒരു പക്ഷേ നമ്മുടെ ചില ഫങ്ഷൻസ്, ചില പുറത്തൊക്കെ പോകുമ്പോൾ ചില ഒക്കേഷൻ അതുപോലും വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ നിമിഷം സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അത് വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. അല്ലാതെ സിഗരറ്റ് ഒന്നും ഇല്ല. അങ്ങനെ സ്മോക്കിംഗ് ഒന്നും ലൈഫിൽ വന്നിട്ടേ ഇല്ല. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കുറേ വലിച്ചിട്ടുണ്ട്. സിനിമയുടെ ഭാഗമായിട്ട് ഞാൻ TV ചന്ദ്രൻ സാറിൻ്റെ ഒരു സിനിമയിൽ ബഗറിൽ വെച്ച് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അതിലെ ക്യാരക്ടർ തന്നെ അതാണ്. ആ ക്യാരക്ടർ പറഞ്ഞാൽ ഒരു ഡാൻസ് ബാറിൽ പോകുന്ന ഒരു ക്യാരക്ടറാണ് ഫുൾ ടൈം. അപ്പോൾ നമ്മൾ മദ്യം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ കൊക്കോക്കോളയോ കട്ടൻ ചായയൊക്കെ മിക്സ് ചെയ്തിട്ട് ആർട്ടിൻ്റെ ആൾക്കാർ മദ്യമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതി നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ സിഗരറ്റ് പറ്റില്ല. സിഗരറ്റ് ഒരു കുറ്റി മൊത്തം വലിക്കുമോ? വലിക്കേണ്ടി വരും സിനിമയ്ക്ക് വേണ്ടി. കാരണം ഞാൻ ഒരു ദിവസം ഞാൻ ഡയറക്ടർ തന്നെ എണ്ണിയിട്ടുണ്ട് 35 സിഗരറ്റ്. കാരണം വലിച്ചിട്ട് കുറ്റി താഴെ ഇടുമല്ലോ എണ്ണി. പക്ഷെ എനിക്ക് ഒരു തരത്തിൽ പോലും അത് എന്നെ ഒരു തരത്തിലും ലഹരിയായിട്ട് എനിക്ക് തോന്നി. അത് ആക്ടിങ്ങിന് വേണ്ടി മാത്രം. അങ്ങനെ എത്രയോ നടന്മാർ സിഗരറ്റ് വലിക്കാത്തവരൊക്കെ സിനിമയിൽ ഭീകര സിഗരറ്റ് വലിക്കുന്ന ആള്. എന്തിനൊന്ന് TG രവിചേട്ടൻ സീനിയർ മോസ്റ്റ് ആക്ടറാണ്. അദ്ദേഹം ഇല്ല. അദ്ദേഹം പഴയ കാലത്തെ സിനിമകളൊക്കെ നിങ്ങൾ എടുത്തോ, കൊടൂര വില്ലനാണ്. എപ്പോഴും എരിയുന്ന സിഗരറ്റ് ആയിരിക്കും. പക്ഷെ അദ്ദേഹം മദ്യപിച്ചിട്ടില്ല. അദ്ദേഹം ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന വേഷം വില്ലൻ വേഷമാണ്. അങ്ങനെ എത്രയോ വില്ലന്മാരുണ്ട് ഇതൊന്നും ചെയ്യാത്ത. നമ്മുടെ കന്നഡയിലും തമിഴിലൊക്കെ ചെയ്യുന്ന ഒരു ഹൈറ്റ് വെച്ചൊരു നടനില്ലേ, സുധീർ എന്നാണോ എന്താ പേര്? ആ നടനെ കുറിച്ച് ഞാൻ കേട്ടത് അതാണ്. അദ്ദേഹം അത്രയും ഭീകരനായ വില്ലനായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു നടനാണ്. ജീവിതത്തിൽ അങ്ങനെയല്ല. അദ്ദേഹം ലൈഫ് അങ്ങനെ എന്തൊരു പേരാ. അദ്ദേഹം ലൈഫിൽ ഒരു ലഹരിയും ഉപയോഗിച്ചിട്ടില്ല. നമുക്കല്ലാതെ ലഹരിയുണ്ട്. അഭിനയം ലഹരിയാണ്, കുടുംബം ലഹരിയാണ്, സൊസൈറ്റി സമൂഹം ഒരു ലഹരിയാണ്. ഈ ഫേസ്ബുക്കിലാണേലും ഈ ഡ്രഗ്സിനെതിരെയാണ് വാൾപേപ്പർ അല്ലേ? അത് കുറെ നാളായോ മാറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതുവരെ മാറ്റിയിട്ടില്ല. അതൊക്കെ നോട്ടീസ് ചെയ്യുന്നുണ്ടല്ലേ? അല്ല മോനെ, നിന്നെ പോലെ അല്ല നീ. എന്താ നമ്മൾ ഇതൊക്കെ നോക്കുന്ന ആളാണ്. മനസ്സിലായില്ല? അതിൽ അടുത്തതിന് അല്ല, ചെന്നൈയിലൊക്കെ ആണല്ലോ. രണ്ടാളും കണ്ണൂരാണ്, ഞാനും കണ്ണൂർ തന്നെയാണ്. അപ്പൊ ചെന്നൈയിലാണ് ഇപ്പൊ സ്ഥിര താമസം അല്ലേ? അപ്പൊ ചെന്നൈയിലൊക്കെ ഇങ്ങനെ കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അന്നേരം വെള്ളം അടിക്കാൻ സിഗരറ്റ് വലിക്കാനൊന്നുമില്ല ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ചെയ്തിട്ടില്ലെന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒരിക്കലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. അല്ല, അതൊന്നും നമ്മുടെ ഒരു ചാനലിൽ ഒരിക്കലും നമ്മളതിനെ അംഗീകരിക്കുന്നില്ലേ. കാരണം അത് ഒരിക്കലും നമ്മളിത് കാണുന്ന പ്രേക്ഷകർ പോലും ഒരിക്കലും ഇല്ല. അത് നമ്മൾ അതിനോട് എതിര് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് നമ്മൾ നുണ പറയേണ്ട കാര്യമില്ല. ഞാൻ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇദ്ദേഹം നല്ലൊരു സ്റ്റുഡന്റ് ആണ്. അതുകൊണ്ട് അദ്ദേഹം സത്യം പറയുന്ന അദ്ദേഹത്തിന്റെ നല്ലൊരു മനസ്സാണ്. അല്ലാതെ സിന്തറ്റിക് ഡ്രസ് അങ്ങനത്തെ അങ്ങനെ നമ്മുടെ എല്ലാവരും ചെയ്യുന്നവരാണെന്ന് നമ്മൾ വരുത്തി തീർക്കാൻ പാടില്ല. സിനിമയിൽ ഇപ്പൊ അധികം അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അത് പറ, നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലായി? ഞാൻ 75 സിനിമയായി. ഒരു 5-6 സിനിമകളിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ 10-31 വർഷമായിട്ട് മാത്രം നിൽക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എങ്ങനെ തോന്നി സിനിമയിൽ മുഴുവൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്? പണ്ടില്ലായിരുന്നു. പണ്ട് നിങ്ങൾ എത്ര വർഷമായി ഇതിൽ ഷൈൻ ഡൗൺ ചോദിക്കുന്നത്? അങ്ങനെ പോകാനൊക്കെ കഴിയില്ല. ക്യാമറ അവിടെ അങ്ങോട്ട് ഫോക്കസ് ചെയ്തു.
പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ വെറുതെ ഇങ്ങനെ എന്താ പറയാ നമ്മള് കള്ളു കുടിക്കുക, സിഗരറ്റ് വലിക്കുക, കള്ള് ഷാപ്പുകൾ കാണിക്കുക, അതൊക്കെയായിരുന്നു. ഇപ്പൊ കൂടുതലായിട്ട് സിനിമയില് സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട്. സിനിമയിൽ കാണിക്കുന്നുണ്ട്, അതല്ല. പക്ഷെ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പണ്ടത്തെ കള്ള് ഷാപ്പുകൾ ഇപ്പൊ കാണിക്കുന്നില്ല. അതുപോലെ സിന്തറ്റിക് ഡ്രഗ്സിന്റെ കാലമാണിത്. അപ്പൊ അതുപോലെ ഉപയോഗിക്കുന്നവരും കൂടുന്നുണ്ട് സിനിമാ മേഖലയിൽ. അത് നിഷേധിക്കാൻ പറ്റുമോ? അത് അല്ല, അങ്ങനെയല്ല. ഒരുപക്ഷെ ഞാൻ എങ്ങനെ അറിഞ്ഞേ വെച്ചാൽ ഞാൻ ഈ മാധ്യമങ്ങളിലൂടെ മാത്രമേ അറിയൂ. നിങ്ങൾ മാധ്യമ പ്രവർത്തകർ, നിങ്ങൾ പറയുന്നു ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഈ അടുത്ത കാലത്ത് നടന്ന കുറച്ച് അറസ്റ്റ് കാര്യം, ഓക്കെ. ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ ഞാൻ ആരും വെളുപ്പിക്കുവാനും ഒന്നുമല്ല. അതിനുശേഷം ഞാൻ പറയാം, പിന്നെ എൻ്റെ ഇത്രയും വർഷത്തെ ഈ സിനിമാ ജീവിതത്തിനിടെ സിനിമ തന്നെ പറയാം, നാടകം വിട്ടേ, നാടകം ആരും അധികം ശ്രദ്ധിക്കാത്ത ഞങ്ങൾ വെറും പാവങ്ങളാ, ഉറക്കൊഴിഞ്ഞ് ഒരു സാധാരണ സാമ്പാറും ചോറും നിന്നിട്ട് മാത്രം അഭിനയിക്കുന്ന ആൾക്കാരെ. സിനിമ അതല്ല, വലിയൊരു ഇതാണ്. എൻ്റെ ഇത്രയും വർഷത്തെ എൻ്റെ മുന്നിൽ നിന്ന് വരെ ഒരാൾ പോലും, കാരണം ഈ പുതിയ തലമുറപ്പെട്ടവരോട് കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അവരായിട്ട് നല്ല സൗഹൃദം, സുരേട്ടൻ അനിയനെ പോലെയൊക്കെ വിളിക്കും, എപ്പോഴും കാണുക, അതൊന്നുമില്ല. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ചിട്ട് സെറ്റിൽ വന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന ആരോപണ വിധേയനായ ആക്ടർ പോലും മോശം രീതിയിൽ പ്രവർത്തിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ മുന്നിൽ കാണാത്തിടത്തോളം കാലം ഇയാള് എൻ്റെ മുമ്പിൽ ഇതുവരെ ഞങ്ങൾ 10-20 ദിവസം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ സിനിമയിലൂടെയാണ് പരിചയപ്പെടുന്നത്. 10-20 ദിവസം ഞങ്ങൾ ബോംബെയിലാണ് ഞങ്ങളുടെ സിനിമ ഷൂട്ട് ഉണ്ടായത്. ഇതുവരെ എൻ്റെ മുന്നിൽ ഇയാൾ ഒരു സിഗരറ്റ് പോലും വലിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് ഇയാളുടെ സുഹൃത്ത് പറഞ്ഞു ഇയാൾ ക്യാമ്പസിൽ, അത് എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഞാൻ മനസ്സിലായില്ലേ, തിരിച്ചു അങ്ങനെയായിരിക്കാം. അതുകൊണ്ട് എനിക്ക് മൊത്തം നിങ്ങൾ എന്തിനാണ് സിനിമ മൊത്തം ഈ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കുക എന്ന്, അതൊരു ഗൂഢാലോചനയാണ്. വലിക്കുന്നവരെ നിങ്ങൾ കൃത്യമായിട്ട് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പോലീസും അതുമായി ബന്ധപ്പെട്ടവരും ചെയ്യണം. വലിക്കുന്നവരാണെങ്കിൽ അവർ ഏതെങ്കിലും അതിന്റെ സംവിധായകനോ നിർമ്മാതാവോ അവരെ സിനിമയിലേക്ക് എടുക്കാനും പാടില്ല. അത് ചെയ്യേണ്ട അവരാണ്. അപ്പൊ അവര് പറയുന്ന ഒരു മറുപടി എന്താണ്, അവരുടെ സ്വകാര്യ ഇടത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിയേണ്ട കാര്യമില്ല, അല്ലെ? നമ്മളെങ്ങനെയായിരുന്നു ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ, നമ്മളൊരു എല്ലാവരും കൂടി ചേരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ നമ്മൾ കാണുന്നില്ല അങ്ങനെ. പക്ഷെ ഇത് നിരോധിത ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്നത് നിയമമാണ്. നിരോധിത ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അവർ തെറ്റുതിരുത്താൻ തയ്യാറാകണം. അത് ഒരു തരത്തിലുമില്ല. അല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, ഞാൻ ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ ഇത് നേരിട്ട് ഇന്നുവരെ ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. ഇതുപോലെ പത്രത്തിലും മാധ്യമങ്ങളിലും വരുന്ന വാർത്ത കാണുന്നു, അത് വലിയ, കാരണം അത്രയും പ്രിയപ്പെട്ട വളരെയധികം സ്നേഹിക്കുന്ന സുഹൃത്ത് പോലും ഇത് ഇങ്ങനെ ഉപയോഗിച്ചിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്, അത് വലിയൊരു സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അങ്ങനെ എൻ്റെ ആ പ്രിയപ്പെട്ട സുഹൃത്തൊക്കെ തിരിച്ചു വരും. കാരണം അത്രയും പ്രതിഭയായ ഒരു ആക്ടറാണ്. അങ്ങനെ അത് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം തെറ്റാർക്കും സംഭവിക്കാം. അത് തിരുത്താനൊരു മനസ്സ് നമ്മളുണ്ടായിരിക്കണം. വേടനായാലും തിരുത്തിയല്ലോ, വേടനായാലും തിരുത്തി. ഞാൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ആരും അനുകരിക്കരുതെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മൾ ഇനിയുള്ള കാലത്ത് നിങ്ങൾ ഈ പ്രത്യേകിച്ച് നമ്മുടെ സിനിമാക്കാരുടെ ജീവിതം നോക്കാനാണ് എല്ലാവർക്കും താല്പര്യം. കാരണം എല്ലാവർക്കും താല്പര്യം അതാണ്. ഇതിനേക്കാളും വലിയ മഹാപ്രതിഭകൾ ഉണ്ടാകാം, വലിയ കഴിവുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തുണ്ടാകാം. പക്ഷെ അവരുടെ പേര് നമുക്ക് അറിയില്ല. പക്ഷെ ചെറിയൊരു സിനിമയിൽ, ഒരു വിജയ സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതാണ് ഈ കലയുടെ ഏറ്റവും വലിയ ശക്തി. അതാണ് ഈ കലയുടെ ഏറ്റവും വലിയ ശക്തി. അതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണുന്ന ഒരു മാധ്യമം സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാലം വരെ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു സിനിമയായി കാണണം എന്നൊക്കെ. പക്ഷെ ഇനി എനിക്ക് തോന്നുന്നില്ല ആ വാദം പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നില്ല. കാരണം അത്രയധികം ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. കാരണം സിനിമ കുറേ കൂടി റിയലിസ്റ്റിക് ആയി മാറി. പണ്ടതല്ല, ഇന്ന് നമ്മുടെ സിനിമയുടെ സ്റ്റൈൽ അടക്കം മാറി. ഭയങ്കരമായിട്ട് റിയലിസ്റ്റിക് ആവുന്നതോടുകൂടി കുട്ടികൾ വല്ലാതെ, അല്ലെങ്കിൽ ഒരു കാലം അതിനോട് ഇൻഫ്ലുവൻസ് ആവും, അത് അനുകരിക്കാൻ തോന്നുന്നു. ആ അനുകരിക്കുന്നത് ഭയങ്കര എന്തായി മാറുന്നു, ഹാനികരമായി. ഇപ്പൊ പണ്ടിപ്പോ നമ്മളൊക്കെ കണ്ടിട്ടില്ല. ഞാൻ എന്റെയൊക്കെ ഒരു ഓർമ്മയിൽ ഞാൻ അതാണ് സീസൺ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് 3-4 തവണ പറഞ്ഞു. സീസൺ ഓർമ്മയില്ല, കോവളം. അതേപോലെ ഗാവൻ എന്നല്ലേ ആ നടന്റെ പേര്, ആ ഹൈറ്റുള്ള അദ്ദേഹം, ഒരു വില്ലൻ ഇംഗ്ലീഷുകാരൻ പോലത്തെ അദ്ദേഹമൊക്കെയാണ് ഇങ്ങനെയൊക്കെ തട്ടിയിട്ടൊക്കെ വെള്ളപ്പൊടി അതൊന്നും നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മുടെ കുഞ്ഞു മക്കളുടെ അടുത്തൊക്കെ പോലും ഈസി വേ ഉപയോഗിക്കേണ്ട എങ്ങനെയാന്ന് എല്ലാവർക്കും അറിയാം. അതായത് കേരളത്തിൽ ഇത് പണ്ട് നമ്മൾ പറഞ്ഞ കോവളമാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷുകാർ വരുന്ന ഒരു സ്ഥലം, അവരാണ് ഇത് കൊണ്ടു കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഇങ്ങനെ ഇംഗ്ലീഷുകാർ വരുന്ന ഏറ്റവും വലിയൊരു ബീച്ച് കോവളം ബീച്ചായിരുന്നു. ഇന്ന് ഒരുപാട് ബീച്ചുകൾ നമുക്കുണ്ടായി.
പിന്നെ നമ്മൾ ഈ സീനുകളൊക്കെ കാണിച്ചിരിക്കുന്നത് ഗോവ കാണുമ്പോഴാണ്, ബോംബെയാണ്. പക്ഷെ എന്നാലും നമുക്ക് ഓക്കെയാണ്, ഇത് ഗോവയാണ്, ബോംബെ, അത് അധോലോകം വിശ്വസിക്കൂല. പക്ഷെ ഇത് നേരെ തിരിച്ച് കൊച്ചി വിട്ടെ. ഇപ്പൊ നമ്മുടെ എന്റെ സ്വന്തം നാളെ തളിപ്പറമ്പ് പോലും, ഇന്നലെ പോലും തളിപ്പറമ്പ് നാളെ 2 പേര് അറസ്റ്റ് ചെയ്ത് ഇത് ലഹരി കടത്തുമ്പോ. ഇന്ന് ഇരുട്ടിയല്ലേ, ഇരുട്ടിയെന്ന് ഒരു പെൺകുട്ടിയാണ് അറസ്റ്റ് ചെയ്തത്. അപ്പൊ ആലോചിച്ച് നോക്കൂ ഇതിന്റെ നെറ്റ്വർക്ക് എത്രത്തോളം വ്യാപിച്ചു. പക്ഷെ സർക്കാരില്ലേ ഇത് ഉപയോഗിക്കുന്നവരല്ലാതെ ഇത് കൊണ്ടു കൊടുക്കുന്നവരെ പിടിക്കുന്നില്ലല്ലോ. അത് സർക്കാർ ചെയ്യേണ്ടതാണ്, ഇവിടുത്തെ നിയമവ്യവസ്ഥ ചെയ്യേണ്ടതാണ്. നമുക്കത് പറയാന്നല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇയാളത് ചെയ്ത് നമ്മൾ ചൂണ്ടിക്കാണിക്കണം. എത്ര പേര് ചെയ്യും? പേടിയാണ്. അതാണ് അതിന്റെ വിഷയം. അല്ലാതെ പോലീസിലേക്ക് ഇത് കിട്ടില്ല. പിന്നെ കൃത്യമായിട്ടും ഭരണകൂടം കൃത്യമായിട്ടും ഇതിന്റെ സോഴ്സ് കണ്ടെത്തിയേ പറ്റും. അല്ലാതെ ഈ 2 ഗ്രാം 3 ഗ്രാം എന്നെല്ലാം പറഞ്ഞിട്ട് അതിനെ നിസാരവൽക്കരിച്ച് ആ കേസ് തേച്ചു മായ്ച്ചു കളയാൻ പാടില്ല. കാരണം ഇതിന്റെ ഒരു സോഴ്സ് എവിടെയാണ്? ഈ തലമുറയെ, ഈ നാടിനെ നശിപ്പിക്കുന്ന വിപത്താണ്. അത് പ്രത്യേകിച്ച്. അപ്പോൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഒന്നും കൂടി വന്നു കഴിഞ്ഞാൽ, സിനിമാ പ്രവർത്തകരാണ് ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്നത്. ബാക്കി മീഡിയാസിലില്ലേ, IT പാർക്കിലില്ലേ, എല്ലാവരും, പോലീസുകാരിലില്ലേ, അധ്യാപകരിലില്ലേ, എല്ലായിടത്തും ഈ ലഹരിയുണ്ട്. സിനിമ എല്ലാവരും പെട്ടെന്ന് സ്വാധീനിക്കുന്നത് കൊണ്ട് സിനിമയിലെ നടന്റെയും അല്ല അവരുടെ ജീവിതത്തേക്ക് ഒളിഞ്ഞു നോക്കാനും അവരുടെ ജീവിതം അറിയാനാണ് എല്ലാവർക്കും താല്പര്യം. കാരണം അത് അവർക്കൊരു വാർത്തയാണ്, അവരത് ആഘോഷമാക്കും. എത്ര പേര് ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? മീഡിയ ആഘോഷമാക്കിയിട്ടുണ്ടോ? ഇല്ല. അത് സാധാരണ ഒരു വാർത്തയായിട്ട് മാറും അല്ലെ? കിലോ കണക്കിന്. ഇപ്പൊ ഒരു വീട്ടിൽ നിന്ന്, ഒരു വീട്ടമ്മയാണ് തിരുവനന്തപുരത്ത് നിന്ന് എത്ര കിലോ പിടിച്ചത്? 250 കിലോ പിടിച്ചത്. ആ സ്ത്രീക്ക് മക്കളില്ലേ, ഭർത്താവില്ലേ? ഇത് വിറ്റിട്ടല്ലേ മക്കളെ പഠിപ്പിക്കുന്നത്? ഈ കഞ്ചാവ് മക്കൾക്ക് കൊടുക്കുമോ? ഇല്ല. അപ്പൊ ആലോചിച്ച് നോക്ക്, അത് എത്ര പേർക്ക് അറിയാം വാർത്ത? നിരന്തരം ഇത് വാർത്തയുണ്ട്, പക്ഷെ സിനിമ കൂടുതൽ എല്ലാവരും അറിയാം. അതുകൊണ്ടാ പറഞ്ഞേ, ഇപ്പൊ ഞാനടക്കം എനിക്ക് നാളെ തെറ്റ് പറ്റാന്ന് വരാം. പക്ഷെ ഞാനടക്കമുള്ള സിനിമ, സിദ്ധുവൊക്കെ വളരെ പുതിയ തലമുറപ്പെട്ടയാണ്. നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ ഇതിനെ സമീപിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തരത്തിൽ പോലും അതിലേക്ക് നീങ്ങാൻ പാടില്ല, ഒരു ലഹരിയിലേക്ക്. നമുക്കല്ലാതെ നമുക്ക് ലഹരി കിട്ടാൻ നമുക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാം. നമ്മുടെ മുന്നിൽ തന്നെ ഒരുപാട് കലാസൃഷ്ടികളുണ്ട് ഇതൊക്കെ കാണാൻ. നമ്മൾ കാണുന്നില്ല. ഇത് എവിടെയെങ്കിലും റൂമിൽ നിന്ന് വലിച്ചിട്ട് ഇതാണ് ഏറ്റവും വലിയ മഹാലോകം എന്ന് ചിന്തിക്കുന്നവർക്കാണ് തെറ്റി. അല്ലാതെ നമ്മൾ കുടുംബം ഒരു ലഹരിയാക്കി മാറ്റണം, സമൂഹം ഒരു ലഹരിയാക്കി മാറ്റണം. അങ്ങനെ ലഹരിയാക്കി മാറ്റാൻ സാധിക്കട്ടെ. പിന്നെ പലരും പറഞ്ഞിട്ടുള്ളതാണ്, ഇത് മരുന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുറെ ഭാവന വരുന്നു. അല്ല അങ്ങനെ ഒരിക്കലും ഉപയോഗിക്കാത്ത ഒരാൾക്ക് അറിയില്ല. ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കാതെ നമുക്ക് ഇൻഫർമേഷൻ എവിടുന്ന് കിട്ടുന്നു? അല്ല എന്തായാലും ഏത് ലഹരി ആയാലും നല്ല ഭാവന വിരിയുന്ന അറിയുന്ന കേട്ടു. അത് ശരിയാണോ? അല്ല, അതുകൊണ്ടാണല്ലോ അത് ലഹരി. അതങ്ങനെ ഒരു ഇപ്പൊ ഇത് ഉപയോഗിക്കാതെ ഇപ്പൊ പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സന്തോഷേട്ടൻ പറഞ്ഞ അഭിനയം ഭാവന വരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇത് വിട്ടെ, ഒരു കാലത്ത് ഇപ്പൊ നമ്മുടെ ഒക്കെ ഒരു കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ചാരായം കഴിക്കാത്ത ആൾക്കാരില്ല. എന്നാൽ കേരളത്തിലെ എല്ലാവരും വാൻഗോഗും MT വാസുദേവൻ നായർ ആവണ്ടേ ഭാവന ഇങ്ങനെ പൂത്ത് വിടർന്നിട്ട്. ഭാവന വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പിന്നെ ആകെ നമ്മുടെ മുമ്പിൽ മമ്മൂട്ടി മോഹൻലാൽ മാത്രമേ ഉള്ളൂ. 45 വർഷം 50 വർഷമായിട്ട് ആ 2 പേര് ലെജൻസ് ആയിട്ട് ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. എന്നാൽ അവരൊന്നും ജീവിതത്തിൽ തൊട്ട് കൂടുതലായിട്ട് ഒറ്റ MT ഉള്ളൂ, ഒരു M മുകുന്ദനേ ഉള്ളൂ, ഒരു T പത്മനാഭനേ ഉള്ളൂ, ഒരു താഴി ശിവശങ്കർ പിള്ളേ ഉള്ളൂ, ഒരു ചങ്ങമ്പുഴയേ ഉള്ളൂ, ഒരു ചെറുശ്ശേരിയേ ഉള്ളൂ, ഒരു ഗിരീഷ് പുത്തഞ്ചേരി അല്ലേ? നമ്മൾ നോക്ക് എന്ന് ലോകിതദാസ് നമുക്ക് വന്നു അതിനുശേഷം. എന്നാ പിന്നെ നമ്മൾ ഇവിടെ ഭാവന കൊണ്ട് നിറയൊരു ആൾക്കാർ എല്ലാവരുടെ പേരും അതൊക്കെ ചേട്ടൻ പറഞ്ഞതൊക്കെ ഒരു ലോങ് ടേം പ്രോസസ്സിൽ ക്രിയേറ്റീവ് ചെയ്യാൻ. ചോദിക്കട്ടെ, ഏതോ അപക്വമായ ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നില്ല. നമുക്ക് എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അവരുടെ ഒരു പിന്തുടർച്ചക്കാരായിട്ട് ഒരു നല്ലൊരു എഴുത്തുകാർ പോലും നമുക്ക് വന്നില്ല. അങ്ങനെയാണെങ്കിൽ ഭാവന വരുമെങ്കിൽ അതൊക്കെ ആ സമയത്ത് നമ്മളിപ്പോഴും മാസ്റ്റേഴ്സിന്റെ സിനിമകളെ കുറിച്ചും ഇപ്പോഴും യേശുദാസ് എന്ന് പറയുന്ന ഗായകനെ കുറിച്ചാണ് 90 കിഡ്സ് ആയാലും അല്ലെ 2K കിഡ്സ് ആയാലും ആരായാലും നമ്മൾ പാടുന്നില്ല. മനസ്സിലാവുന്നില്ലേ? അതൊന്നും അതിനെ മറച്ചു വെക്കാൻ വേണ്ടി പറയുന്നതാണ്. അങ്ങനെ വരുന്നവരുടെ അല്ല, അത് പറഞ്ഞ പോലെ അതൊരു ഷോർട്ട് ടേം ട്രിപ്പാണ്. ഓർഗാനിക്കലി നമ്മൾക്ക് ഇപ്പോൾ ഉള്ള ഇത് ഉപയോഗിക്കാതെ റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ആക്ടേഴ്സും
അത് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കൊണ്ട് നേടിയെടുക്കുന്ന ക്രിയേറ്റീവ് സാധനമാണ്. അപ്പൊ ഇപ്പൊ പറയുന്ന ഡ്രഗ്സ് ഒക്കെ ചിലപ്പം ക്രിയേറ്റീവ്നെസ് കൂട്ടിയേക്കാം, പക്ഷെ അതൊരു ഷോർട്ട് ട്രിപ്പ് ആണെന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കും. അതിപ്പോ ഈ സംവിധായകൻ തന്നെ ഏറ്റവും നമ്മുടെ മലയാളത്തിലെ മുൻനിരയിലുള്ള ഒരു സംവിധായകർ തന്നെ ഇപ്പൊ ഈ അടുത്ത് ഹോട്ടൽ മുറിയിൽ വെച്ച് അറസ്റ്റിലായല്ലോ. അപ്പൊ അതെങ്ങനെ അതിൽ ലഹരി ഭാവന അപ്പൊ അവർ ഉപയോഗിക്കുന്നുണ്ടാവില്ലേ? അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ മണിരത്നം പോലെ അദ്ദേഹത്തിന് എത്ര വയസ്സായി? അദ്ദേഹത്തിന്റെ പുതിയ സിനിമ റിലീസ് ചെയ്യാൻ പോവാണ്, കമലഹാസനെയും വിക്രമിനെയും ഒക്കെ വെച്ചിട്ട് അല്ലേ? നിങ്ങളത് ആലോചിച്ച് നോക്കൂ. മമ്മൂട്ടി എന്ന് പറഞ്ഞ ആക്ടർ നമ്മുടെ മുമ്പിലുണ്ട്. മമ്മൂട്ടി എന്ന് പറഞ്ഞ ആക്ടർ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതൊക്കെ അവര് പറയുന്നത് ചില ന്യായങ്ങളാണ്. അത് അവരിൽ മാത്രമാണ്. പക്ഷെ അതെങ്ങനെയാണ്? പിന്നെ ആന തോർന്ന് പറഞ്ഞിട്ട് എനിക്കതുപോലെ പറ്റുമോ? ഇല്ല ഇല്ല, അതില്ല. അങ്ങനെ കുറെ പേര് അങ്ങനെ പോകുന്നതാണ്. ഇത് ആരൊക്കെ പറഞ്ഞു? അങ്ങനെ സംഭവിച്ചത്. ഇപ്പൊ നമ്മുടെ കാലത്തൊക്കെ വാൻഗോഗിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വാൻഗോഗൊക്കെ ഇതിൽ ആറാടിയ ഒരു മനുഷ്യനാണ്. ഇത് അങ്ങനെ കുറെ ചിത്രകാരന്മാർ അങ്ങനെ ആവാൻ നോക്കി, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയി. ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ആദ്യം ഞാൻ എന്താണെന്ന് മനസ്സിലാക്കണം. എനിക്കിത് ആവശ്യമുണ്ടോ? ഞാൻ മറ്റുള്ളത് കേട്ടിട്ടില്ല അല്ലേ? ഞാനൊരു ആക്ടർ ആകുമ്പോൾ ഞാൻ എന്നിനുള്ളിൽ എങ്ങനെ ഒരു പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. എനിക്ക് ഒരിക്കലും സിദ്ധാർത്ഥിനെ അനുകരിക്കാൻ ഒക്കെ പറ്റൂല. സിദ്ധാർത്ഥ് ഇപ്പം വലിയൊരു ആക്ടർ ആയിരിക്കാം. ഇയാൾ ഡാൻസറാണ്. എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല. ഇയാൾ ഡാൻസ് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ പറയുന്നത് നല്ല അടിച്ചിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. ഞാനൊരു 2 അടിച്ചിട്ടാണ് ഞാൻ കുഴഞ്ഞു വീണിട്ടുണ്ടോ? നമ്മളൊരു സുഹൃത്തുണ്ടായിരുന്നു, ആരോ പറഞ്ഞു കൊടുത്ത് ഈ നാടകത്തിൽ സ്റ്റേജിൽ കയറുന്ന മുമ്പേ 2 അടിച്ചു കഴിഞ്ഞാൽ നല്ല ഏതുപോലെ ആക്ടർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. അത് ഒരുപക്ഷെ അയാളുടെ മറ്റൊരു തരത്തിലായിരിക്കാം. അയാൾ വേറൊരു ചിന്ത, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ധൈര്യം കിട്ടുന്ന ആ കക്ഷി അഭിനയിക്കാൻ വന്നെയാണ്. അതുപോലെ കഴിഞ്ഞ സ്റ്റേജ് വരെ നല്ല വൃത്തിക്ക് അഭിനയിച്ച ആൾ ആകെ ഡയലോഗിനും തെറ്റിച്ച് കുഴഞ്ഞ് മറിഞ്ഞ് ആകെ നാശമായി, കൂവലടക്കം കിട്ടി. ഞാൻ കഴിച്ചു ചോദിച്ചു എന്താണ് അങ്ങനെ പറഞ്ഞത്. എനിക്ക് ഇന്നലെ 2 ദിവസമായിട്ട് ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, ഇത് അടിച്ചു കഴിഞ്ഞാൽ എന്നാലും മദ്യമാണ്, ഇതൊന്നുമല്ല, 2 പെഗ്ഗങ്ങ് അടിച്ചു കഴിഞ്ഞ് ഉഷാറാണ്. 2 പെഗ് അടിച്ചപ്പോഴാണ് മനസ്സിലായി ഇയാൾക്ക് കാലുറക്കത്തില്ല, ലൈറ്റിലൊന്നും നിൽക്കാൻ പറ്റത്തില്ല, റിലേ കട്ടാവും. ഇതെല്ലാം ഓർമ്മയല്ലേ? ഒരു ഡയലോഗ്സ്, അടുത്ത ആളുടെ ഡയലോഗ്സ് എന്താണെന്നില്ല, ഇതൊക്കെ പറ്റും. ഈ പറഞ്ഞ ആക്ടർ ഒരുപക്ഷെ അതിനെ അതിജീവിച്ചു കാണും. അതുപോലെ ഇയാൾക്ക് പറ്റിയില്ല. നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. മറ്റുള്ളവർ പറയുന്നത് അങ്ങനെ കുട്ടികൾ, ഇപ്പം നിങ്ങൾ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. ഞാൻ കുറച്ച് കുട്ടികളോട് ചോദിച്ചിരുന്നു. ഇപ്പൊ കുട്ടികൾ പറഞ്ഞ ഡയലോഗ് വെച്ചാൽ ഓണാവുന്ന ഫുൾ ടൈം ഓണാവും, ഉറക്കുണ്ടാവില്ല. നമുക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ഇത്രയും കഷ്ടപ്പെട്ട് എംഫിലും PGക്കൊക്കെ പോകുന്നു, ഇത് 1 വർഷം ഫുള്ളായിട്ട് നിരന്തരം അടിച്ചോ, അപ്പൊ ഫുൾ ഓൺ ആവൂലേ? ഇതിന്റെ വിത്ഡ്രോവൽ സിംപ്റ്റംസും കൂടെ ഉണ്ട്. അതാണ് പറഞ്ഞത്. ഇവര് പറയുന്ന ചില ഇതാണ് ഫുൾ ഓൺ, ചില ഭാഷാ പ്രയോഗങ്ങളാണ് ഫുൾ ഓൺ ആവും. ഇത് ഏതൊരു ആൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഫുൾ ഓൺ ആവും. പിന്നെ ഒരു കുട്ടി എന്നോട് പറഞ്ഞാണ് ഫാറ്റ് ബേൺ ആവും. നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ മെലിഞ്ഞു പോകും. അപ്പോൾ ഫുഡ് കഴിക്കേണ്ടി വരില്ല. കാരണം ഇതിന്റെ ഒരു ഇങ്ങനെ ഏതോ ബോധത്തിൽ നടക്കുമ്പോൾ ഫുഡിനോടൊന്നും ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് അത് തിരിച്ചറിയും. പിന്നീട് പെട്ടെന്ന് നമ്മളെ മരണത്തിലേക്ക് നയിക്കും. പടത്തിന്റെ കണ്ടന്റ് എത്രയോ കൊല്ലം മുമ്പേ തൊട്ട് ആൾക്കാർ പറയാൻ ശ്രമിക്കുന്നതും ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കണ്ടന്റ് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കറക്റ്റ് സമയത്താണ് അത് റിലീസ് ആവുന്നത്. മെയ് 16-ലാണ് റിലീസ് ആവുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടില് തൽക്കാലം ഇപ്പം കറന്റ് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ആയതുകൊണ്ടും ആൾക്കാർ കാണുവാണെങ്കിൽ അത് എന്തായാലും ഒരു ചെറിയൊരു ചേഞ്ച് എങ്കിലും, എവിടെയെങ്കിലും ഒരു ചെറിയ ചേഞ്ച് വന്നാൽ പോലും ഞങ്ങൾക്ക് അതൊരു വലിയൊരു എന്താ പറയുക, ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഇനി ഒരിക്കലും ഒരു ലഹരിയും ജീവിതത്തിൽ ഉപയോഗിക്കാതിരിക്കുക. ഞാൻ ലഹരി ഉപയോഗിക്കുന്നില്ല, സിനിമാ നടനായിട്ടേ. ഓ അങ്ങനെ ഒരിക്കലും ഉപയോഗിക്കില്ല. ഇല്ല ഇല്ല. താങ്ക് യു. അപ്പോ അതന്നെ സിനിമ, അതല്ല ഇത് ഒരു കുഞ്ഞു സിനിമ, പക്ഷെ വളരെ ഈ ഒരു സമയത്ത് വലിയൊരു പ്രസക്തിയുണ്ട് ഈ സിനിമക്കെന്ന് തോന്നിയാണ്. സിനിമ കാണുക, സിനിമയെ പ്രോത്സാഹിപ്പിക്കുക. ഇതുപോലുള്ള കണ്ടന്റുകൾ വരുമ്പോൾ, അതായത് വലിയ താരങ്ങളൊന്നുമില്ല, ഞങ്ങളെ പോലെയുള്ള വലിയ താരങ്ങളുണ്ട്, നായകൻ ഇയാൾ മാത്രമാണ്. അപ്പോ നല്ലൊരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും സിനിമ ഇത്രയും സമയം സംസാരിക്കാൻ പറ്റിയത്, ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിച്ചു. ആരെയും ഒന്നും അങ്ങോട്ടും കൂടി ചില കാര്യങ്ങൾ പറയുമ്പോൾ ആരെയും വിഷമിപ്പിച്ചതോ ഒന്നും ആക്കിയല്ല കേട്ടോ. ഈ ഒരു വിഷയമായതും കൊണ്ട് തന്നെ ഇത് അത്രയും പ്രസക്തമായിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഇന്നത്തെ കാലത്ത്. അപ്പൊ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അത്രയും എന്താ പറയാ, ഒരു തരത്തിൽ പോലും നമ്മളൊരു നാക്കുപിഴ സംഭവിക്കാൻ പാടില്ല. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം എല്ലാം നമ്മൾ ഈ നാടിന് വേണ്ടിയാണ്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ്.
അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ്. കാരണം അവർ വളർന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ രാജ്യം നിലനിൽക്കുകയുള്ളൂ. കാരണം നാളെ ഈ രാജ്യം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് ഈ തലമുറയാണ്. പക്ഷെ മക്കളെ കണ്ടും മാമ്പ് കണ്ടും കൊതിക്കരുതെന്ന് പണ്ട് കവി പാടി അത് ശരിയാവുണ്ട്. വെറുതെയാണ്. കൊതിക്കാതെ പിന്നെ ആരെ കണ്ടിട്ട് നമ്മൾ കൊതിക്കുക? ആരാനും മക്കളെ കണ്ടിട്ട് കൊതിക്കാൻ പറ്റുമോ? നമ്മളെ മക്കളെ കണ്ടിട്ട് നമുക്ക് കൊതിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു സാഹചര്യമൊക്കെ വെച്ച് ക്രാന്തദർശിത്വമായ കവി പക്ഷെ അത് ആ അർത്ഥത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തതാണ്. അത് പിന്നീട് അടുത്ത ഇന്റർവ്യൂവിൽ പറയാം. താങ്ക് യു.